ഹലോ ഗായ്സ്, സ്വയം പ്രഖ്യാപിത ജാമിത ഖാമിത ടീച്ചറിന്റെ ഒരു വീഡിയോ കാണാനിടയിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ചെറിയ ഒരു സംഭാഷണം നടത്താം. തളച്ചി എന്തൊക്കെ ഇരുന്നുണ്ട്, കണസ കുണസ കിണസ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. പൊടി 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 ഞാൻ കമ്മിയാണ്, എല്ലാവരും കമ്മിയാകണം എന്ന ആശയവുമായി സാരമില്ല. വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരക്കേടാണ്. എക്സാക്ട്ലി ഷീ ഈസ് ഇൻഡിക്കേറ്റിംഗ് മീ. അതായത് വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ കേൾക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു കമ്പനി അവൾക്കെതിരെ എന്തൊക്കെ പറയുന്നതാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ജുക്തിവാദം വിളമ്പുന്ന വാണി അങ്ങ് നോർത്ത് സൈഡിലോട്ട് പോയി ജുക്തിവാദം വിളമ്പാനുള്ള നിനക്ക് ആരോഗ്യം ഉണ്ടാവും. തല അവർ CV എടുത്തുകൊണ്ട് പോകും. പിന്നെ നിന്റെ വ്യക്തിവാദം അവരെടുക്കും. കാരണം നീ പറയണത് സംഘിവാദമാണല്ലോ, അത് ഓക്കെയാണ്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്, നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ചെറിയ ചരിത്രം പറയാം. പത്തനാപുരത്ത് ഇവള് കുറച്ചു കാലം താമസിച്ചിരുന്നു. ഇവളെ ബാല്യകാലം അവിടെയായിരുന്നു. നമ്മളൊക്കെ വിചാരിക്കുന്ന കണക്ക് ഇവള് എത്തിങ്ങാനയിലല്ലായിരുന്നു, ഇവള് പത്തനാപുരത്താണ് ജനനം. അവിടെ വെച്ച് ഒരു ക്രിസ്ത്യാനി പയ്യനുമായിട്ട് ഡിങ്കോൾഫി. അവസാനം അവനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ആദ്യത്തെ കല്യാണം അലിയാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ, മറ്റേതായിരുന്നു. ഗൗണൊക്കെ ഇട്ട് പള്ളിയിൽ കയറി നിന്ന് ഭയങ്കരമായി മാമോദിസ വെള്ളമൊക്കെ മുക്കി അവൻ്റെ കൂടെ എല്ലാ ഡിങ്കോൾഫിക്കേഷനുമായി അങ്ങ് കയറി. അവസാനം പള്ളിയിൽ നിന്ന് പ്രശ്നം വന്ന് അവിടെ ആകെ ഗുണാഫിക്കേഷൻ ആയപ്പോൾ അവിടെ നിന്ന് തള്ള കൂട്ടുപറക്കി എല്ലാത്തിനെയും നുള്ളി പറക്കി കെട്ടിഞ്ഞിട്ടൊന്ന് 2 ആണ് 2 പെണ്ണുമാണ് കുടുംബ പശ്ചാത്തലം. അതിലൊരു ചെറുക്കൻ ഈ ഇടയ്ക്ക് അങ്ങോട്ട് മരണപ്പെട്ടു എന്നും കേൾക്കുന്നുണ്ട്. ഇനി 2 എണ്ണം ഉണ്ട്. ഇവളെ സഹോദരി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കുറേ അധികം കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിലിങ്ങും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇതിനൊരു ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടുന്ന് വന്ന കൃസംഗിയാണ് ഇവൾ ആദ്യമായത്. അതിനുശേഷം ഇവൾ ഇങ്ങോട്ട് വന്നു. എവിടെ? അഴീക്കോട് വന്ന് താമസിക്കാൻ മുജാഹിദുകാരുടെ കണ്ണിൽ പെട്ടു. ബുദ്ധിമുട്ട് പ്രാരാബ്ദമൊക്കെ പറഞ്ഞ മുജാഹിദുകാരാണെങ്കിൽ ആളെ കിട്ടിയാൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഇവൾ അത് ഊർജ്ജസ്വലമായിട്ട് പാപ്പിച്ചു. അത് പഠിച്ചു. യഥാർത്ഥ ബോധമുള്ള ഒരു ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ വളർന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ആകില്ല എന്നുള്ള തെളിവാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവഹേളിക്കാവുന്നതിൻ്റെ മാക്സിമം അവഹേളനം അവളുടെ ഇതിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് പോട്ടെ. ഈ പറയുന്ന രീതിയിൽ മുജാഹിദ് പഠിപ്പിച്ചു കൊടുത്തു. മുജാഹിദാണ് അലി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനെ കണ്ടെത്തി ഇവളെ തലയിൽ കെട്ടി വെച്ചു കൊടുത്തു. ആ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഓടിച്ചപ്പോൾ വേറൊരു പെണ്ണും കെട്ടി സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നു. അങ്ങേരുടെയും വോയിസ് ഉണ്ട്, കേൾപ്പിക്കാം. ഈ പറയണ അലിയുടെ കൂടെ ജീവിച്ചതും പോരാതെ പെട്ടെന്നൊരു ദിവസം കൊച്ചുങ്ങളെ പറക്കി കെട്ടിക്കൊണ്ട് ഇവളെ കാണാതാവുകയാണ്. കാര്യം എന്തെന്നറിയാമോ? ഇവൾ അഴീക്കോടെ ഇറങ്ങിക്കഴിഞ്ഞ ആളുകൾ കയ്യും കാലും ചെത്തി എടുക്കും. അത് മതബോധം കൊണ്ടല്ല, കാശടിച്ച് മാറ്റിക്കൊണ്ട് മുങ്ങിയതാ. അവിടെ മിക്കവാറും ഉള്ള ചാലയിലുള്ള മിക്കവാറും സ്വർണ്ണക്കടകളിലൊക്കെ കയറി പൈസ കടം ചോദിച്ച എല്ലാവരുമായിട്ട് ഭയങ്കര മിക്സപ്പായി. പിന്നെ ഇവള് ഭയങ്കര ഇസ്ലാമിയത്തുകാരിയായിരുന്നല്ല. ഇസ്ലാമിയത്തെന്നതിന് ഉപരി സിമി, നിരോധിക്കപ്പെട്ട സംഘടന അറിയില്ലേ, നിരോധിക്കപ്പെട്ട സിമി സംഘടനയുടെ ഏജന്റ് ആയിരുന്നു. അതിലേക്ക് ആളെ ചേർക്കുന്നുണ്ടായിരുന്നു. ഇസ്ലാം വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കൂടെ സഞ്ചരിച്ച് സംസാരിച്ച് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസയും പിടുങ്ങിക്കൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടുന്ന് നേരെ അലിമാഷിൻ്റെ വീട്ടിലേക്ക് വന്ന് ചേക്കേറി. മനസ്സിലായോ? ഇവള് കളിച്ച കളി, ഇവളുടെ ഹിസ്റ്ററി ഇത് ചത്തുപോകുമ്പോഴേ ആ പത്രക്കാരെടുത്തോണ്ട് വരും. എന്തായാലും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് ഡീറ്റെയിൽ എന്നുള്ളത്. ഇവള് പൂർവ്വചരിത്രം മോദിയുടെ പറയുമ്പം ഇവളുടെ പൂർവ്വചരിത്രത്തിൻ്റെ സൂചന ഞാൻ തരാം. ബാക്കി ഡീറ്റെയിൽഡ് വിത്ത് വോയിസ് ആളുകളുടെ അവരവർ തരുന്ന അവരവരുടെ മൊഴികളിൽ ഉള്ള സാധനങ്ങളുമായിട്ട് വീണ്ടും ഒരു ദിവസം വരുന്നതായിരിക്കും കാമിതയുടെ സ്റ്റോറി പറയാനായിട്ട്. ആദ്യം നമുക്ക് ഇവൾ എന്ത് പറയണമെന്ന് കേട്ടിട്ട് പറയാം. ഇത് നാനാത്വത്തിൽ ഏകത്വമുള്ള നാടാണ്. ഓരോ വ്യക്തികളും അവരവരുടേതായിട്ടുള്ള മത കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പഠിക്കാതെ പോയി. കുറെ വർഷം ഈ ലോകത്ത് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുബോധവും കൂടി വേണം. ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഏത് അണികളെയായിരുന്നാലും നേതാക്കന്മാരെയാണെങ്കിലും അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നതിനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടി ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുക. നിനക്ക് മാത്രമല്ല, നീ ഇപ്പം ഇവിടെ ഭരിക്കുന്ന പാർട്ടി എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നീ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. അത് അംഗീകരിക്കുന്നില്ലേ? അത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് തന്നെയാണ് ബാക്കിയുള്ളവരും ചെയ്യുന്നത്. ഇതിൻ്റെ മോങ്ങിയെ പറയുമ്പോൾ മാത്രം നിനക്ക് നോക്കുന്ന എന്ത്? മോങ്ങിക്ക് എന്തൊരു 2 ഉണ്ട തോനെയുണ്ടാ? 56 ഇഞ്ച് ഉണ്ടെന്നൊക്കെ പറയുന്നത് അത് എന്തൊരു സാമാനാണോ എന്തോ? വേറെ വല്ലയിടത്തും തൂങ്ങി കിടക്കണതായിരിക്കും. അതായിരിക്കും 56 ഇഞ്ച്. അതായത് 2 ഉണ്ട കൂടുതലുണ്ട് അയാൾക്ക്. ഇവിടെ ഇരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതുകൊണ്ടാണ് നിന്റെ തല ചീവാതെ നീ ഇപ്പോഴും ഇരുന്നിങ്ങനെ കൊണോണോണാ പറയുന്നത്. കൊണച്ചി ഏത് മത പാർട്ടിയായിരുന്നാലും അതെ, ചിലർക്കിനെയും നേരം എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അവർക്കത് മനസ്സിലായിട്ടില്ല. അതായത് ഇവിടെ ആണ് കമ്മികൾ മാത്രമേ പാടൂ, അതല്ലെങ്കിൽ കുങ്കികൾ മാത്രമേ പാടൂ, സുടുക്കൾ മാത്രമേ പാടൂ. ഇവിടെ സംഖ്യകൾ പാടില്ല. അതിന് നമ്മുടെയൊക്കെ വാപ്പാമാർക്ക് സ്ത്രീധനം കിട്ടിയ നാടായിരിക്കണം. അത് കറക്റ്റാണ് നീ പറഞ്ഞത്. നിന്റെയൊക്കെ വാപ്പാമാർക്ക് സ്ത്രീധനം കിട്ടിയ നാടായിരിക്കത്തില്ലെന്ന്. സ്ത്രീധന നിരോധനമുണ്ട്. നിന്റെ പൊതുബോധം അതിനകത്തുണ്ട്. ഇവിടെ സ്ത്രീധനം നിരോധിച്ചതാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റെന്ന് പറയുന്നതാണ് ഈ രാജ്യത്തെ നിയമം. അപ്പോൾ നീ ഇരുന്നുകൊണ്ട് വാപ്പാമാർക്ക് സ്ത്രീധനം, നിനക്ക് വാപ്പാമാരാണ്, ഞങ്ങൾക്കൊക്കെ വാപ്പാണ്.
എൻ്റെ വാപ്പായ്ക്ക് സ്ത്രീധനം കിട്ടിയെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് വാപ്പാമാരെന്ന് പറയുമ്പോൾ നിൻ്റെ ഉമ്മച്ചിയെ കണ്ടാലും തന്നെ മനസ്സിലാകും ഏതോ നല്ല 1-ാം ക്ലാസ് പഞ്ചായത്ത് കക്കൂസാണെന്ന്. അത് ഏകദേശം പത്തനാപുരത്ത് നിന്ന് വെടിക്കെട്ട് വഴിപ്പൂര അങ്ങോട്ട് വന്നതല്ലേ. അഴീക്കോടുള്ള മനുഷ്യരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൂടുതൽ ഉണ്ടാക്കല്ലേടി, ഞാൻ മൊത്തം എടുത്ത് വലിച്ചിടും. അതല്ലാത്ത സ്ഥിതിക്ക് ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയെ 4 തെറി വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. പച്ചയ്ക്ക് 10 ചീത്ത പറഞ്ഞു തന്തയ്ക്ക് വിളിച്ചോ, സന്തോഷമാണ്. പക്ഷേ ശാഖയിൽ പോയി തുണി പൊക്കി കാണിച്ചുകൊണ്ട് അവന്മാർക്ക് കിടന്നു കൊടുത്താലും ആ കയ്യടി കിട്ടും. എനിക്ക് ആ കയ്യടി വേണ്ട, അല്ലെങ്കിൽ എന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ആ കയ്യടി വേണ്ട. അത്യാവശ്യം സ്വാതന്ത്ര്യബോധമുള്ള അല്ലെങ്കിൽ സ്വാഭിമാന ബോധമുള്ളവർ ഇത്തരം കെടുകാര്യസ്ഥതകൾ കണ്ടാൽ വിലക്കും, അതിനെതിരെ പ്രതികരിക്കും. എൻ്റെ വിഭാഗത്തിലെ ഒരു വിഭാഗം പെൺകുട്ടികളെ ഒന്നടങ്കം കൊല ചെയ്യാൻ കൂട്ടുനിന്ന ഒരു വൃത്തികെട്ട ജന്തുവിനെ തെറി വിളിച്ചത് ഞാൻ അഭിമാനിക്കുന്നു. ഭയമേതുമില്ലാതെ അത് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അഭിമാനബോധമാണ്, സ്വാഭിമാനബോധം. സ്ത്രീ എന്ന എൻ്റെ മതം പോട്ടെ, സ്ത്രീ എന്ന നിലയിൽ ഇത്രയധികം പെൺകുട്ടികളെ അവഹേളിക്കുകയും കൊല്ലുകയും റേപ്പ് ചെയ്യുകയും ചെയ്തതിന് പോരാതെ സ്വാതന്ത്ര്യദിന ദിനത്തിൽ തന്നെ ആ പറയുന്ന വ്യക്തികളെ കൊലപിളിച്ച ആ വൃത്തികെട്ട നരാധമന്മാരെ റിലീസ് ചെയ്ത വൃത്തികെട്ടവനെ തെറി വിളിച്ചെങ്കിൽ അതെൻ്റെ അഭിമാനബോധം. എനിക്കൊരു പെൺകുഞ്ഞുണ്ടെങ്കിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട ഒരാവശ്യമുണ്ട് ഇതിനകത്ത്. നിന്റെ മോൾ തല കുമ്പിട്ട് കൂനി കിടക്കണം. കാരണം അങ്ങനെ അത്രയും വൃത്തികേട് ചെയ്ത ഒരു വൃത്തികെട്ടവനെ നീ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നീ ഞാനും ഒക്കെ തമ്മിലും രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. മോദി ചെയ്യുന്ന ഏതെങ്കിലും ഈ രാജ്യത്തിന് ഗുണകരമാകുന്ന വസ്തുതകളെ സംബന്ധിച്ച് സംസാരിച്ചാൽ അവർക്ക് ചാപ്പയുടെയും ശരിയാണ്. ഇല്ലാത്ത തന്തയെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് തന്തമാരല്ലേ ഉള്ളത്, പിന്നെ ചാപ്പ എന്തിനി? എടി നീ ഒറിജിനൽ സംഖ്യയല്ലേ, അതും തീട്ട സംഖ്യ. ബാക്കി ഇവിടെയൊക്കെ കിടക്കണെല്ലാം ചാണക സംഖ്യയാണെങ്കിൽ നീ പച്ച തീട്ട സംഖ്യ. ഇവളെ ആദ്യം ക്രിസ്ത്യാനികളെ പറ്റിച്ച് ക്രിസംഖ്യയായിരുന്നു കുറേ കാലം. സംഖ്യ ചെറുക്കനെ പറ്റിച്ച് അവനെ ഊക്കിച്ച് അവസാനം അവൻ്റെ വീട്ടുകാരെടുത്തിട്ട് അടിക്കുമെന്നായപ്പോൾ പത്തനാപുരത്ത് നിന്ന് വണ്ടി കെട്ടി അഴീക്കോടേക്ക് വന്ന് അവിടുത്തെ മുജാഹിദുകാരുടെ കൂടെ ചേർന്ന് ഒട്ടി നിന്ന് ഖുറാൻ പഠിച്ച്, എല്ലാം ജനിച്ച ഉടനെ പഠിച്ചതല്ല. ഖുറാൻ പഠിച്ചെങ്കിൽ ഇവള് ക്രിസ്ത്യാനികളുടെ പുറകെ ഓടുവോ? ഇല്ല. ഇവള് മുജാഹിദുകാരെ കയ്യിൽ നിന്നാണ് ഈ സാധനം പഠിച്ചത്. മുജാഹിദുകാർ കെട്ടിച്ചു കൊടുത്തവൻ്റെ കൂടെ നിൽക്കാതെ അവിടെ അക്കണ്ട കാട്ടുകാരെ കയ്യിരിക്കുന്ന അത്രയും പൈസകൾ വാങ്ങിച്ചെടുത്തുകൊണ്ട് ഇവള് നേരെ വണ്ടി കെട്ടി അങ്ങ് മലബാറിലേക്ക്. അവിടെ ചെന്ന് അലിമാഷിൻ്റെ വീട്ടിൽ കയറി അവിടെ കുത്തിക്കിഴപ്പ് കാണിച്ച് ആ അലിമാഷിൻ്റെ മക്കളും എടുത്തിട്ട് 6-ാം ഭാര്യ നോക്കി അടിച്ച് പിടിച്ച് പുറത്താക്കി. ഇപ്പോൾ ഏതോ ഒരു വാനരൻ്റെ കൂടെ താമസിക്കുന്നു. അപ്പോൾ അവൾ പറയണ് അവൾ പിന്നെ അയാളെ കൂടെ ജീവിക്കുകയാണ്, അയാളെ വിവാഹമാണെന്ന്, അയാൾ വിശ്വാസിയായ അയാൾക്ക് പള്ളിയിൽ നിന്ന് പേപ്പർ കിട്ടിയാൽ. അപ്പോൾ അഴീക്കോടുള്ള പള്ളിയിൽ നിന്നല്ലേ അവളെ പേപ്പർ കൊടുക്കേണ്ടത്. അവിടെ നിന്ന് എന്തായാലും കൊടുത്തിട്ടില്ല. രജിസ്റ്റർ ഓഫീസിൽ തപ്പിയ അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. പിന്നെ നടന്ന വിവാഹമാണല്ലോ. മൊത്തത്തിൽ എത്രയാണ്? ഇവൾ നബി ചേച്ചിയാണ് പിന്തുടരുന്നത്. നബി 4 കല്യാണം കഴിക്കാൻ തോന്നി ഇവള് 4 എണ്ണം അങ്ങ് കെട്ടി. കല്യാണം ഒന്ന് അലി, ഒന്ന് ഈവൻ, മറ്റേ അലി, മറ്റേ ഒരു ക്രിസ്ത്യാനി, മൊത്തം 4. മതമൈത്രിയാ പുള്ളിക്കാരത്തി, മതമൈത്രി. അജോടി എന്നിട്ടാണോ ഇതിനൊക്കെ എടുത്തു വെച്ച് മറുപടി പറയണേ? നീ ഇതൊന്നും കാണാതെ മൈൻഡ് ചെയ്യാതെയാണോ ഇതിനൊക്കെ മറുപടി അങ്ങോട്ട് തള്ളുന്നേ? അത് കൊള്ളാലോ, അതൊരു പ്രത്യേകതര സംഗതിയാണല്ലോ. അവള് മൈൻഡേ ചെയ്യുന്നില്ല, പക്ഷെ ഇതൊക്കെ അവള് കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അത് നമുക്കറിയാം. അത് ഒരാളല്ലല്ലോ, ഒന്നിൽ കൂടുതൽ ആൾക്കാരല്ലേ. എല്ലാവർക്കും പോയി എല്ലാവരും എന്റർടൈൻ ചെയ്യേണ്ട ഒരു പ്രത്യേകതര സംവിധാനത്തിലാണ് നീ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ശരിയാണടി, അത് ശരിയാ, സമ്മതിച്ചു. അല്ലാതെ എവിടെയാണ് 10 പൈസ കിട്ടുന്നത്, അതിനെ തുണി ഉരിഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് സംസാരിക്കാനും താല്പര്യമില്ല. കറക്റ്റാണ്. നീ എവിടെ തുണി ഉരിഞ്ഞെന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് തന്നാ പോരെ. എടി, ഇങ്ങനൊരു ചരിത്രം വേറെ ഏതെങ്കിലും പെണ്ണിന് കേരളക്കരയിലുണ്ടോ? ക്രിസ്ത്യാനിക്ക് കൂടെ പോകാനായിട്ട് പത്തനാപുരത്ത് കയറി അവൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിറ്റിയായി അങ്ങോട്ട് തള്ളി കയറിയതും പോരാതെ അവിടുന്ന് അടിയും കൊണ്ട് അഴീക്കോട് വന്ന് ഒരു അലിയുടെ തലയിൽ കയറി അവിടെയും കിടന്ന് കൊണയടിച്ച് അയാളെ കൂടെ 2 കൊച്ചുങ്ങളെ ഉണ്ടാക്കി മര്യാദയ്ക്ക് ജീവിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അവിടുന്ന് ചാടിക്കൊണ്ടുവന്ന് ഈ പറയുന്ന മലബാറിൽ വന്ന് ഈ അലിയുടെ കൂടെ, അതും 90 വയസ്സുകാരന് സാമാനം പൊങ്ങാത്ത ഒരുത്തൻ്റെ മുമ്പിൽ ഒന്ന് തുണി ഊരി കാണിച്ച് ഇല്ലാത്ത വക്രീയതയൊക്കെ കാണിച്ച് അയാളെ ഈർക്കിൽ വെച്ച് അടിച്ചു പൊക്കി അത് കയറ്റാൻ നോക്കി അത്രയും വൾഗറായിട്ട് നടത്താൻ നിന്നെ അയാളുടെ മക്കൾ അടിച്ച് പുറത്താക്കിയപ്പോൾ ഇപ്പോൾ വേറെ ഏതൊരു കൊണയനെയും കൊണ്ടിരിക്കണം നീ. തുണി ഊരുന്ന ചരിത്രം പറയല്ലേടി. ഇനി അഥവാ നീ ഏതെങ്കിലും ഇതുപോലെ തുണി ഊരി ജീവിക്കുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് പിന്നെ അന്തസ്സുണ്ട്, നിന്നെക്കാൾ അഭിമാനമുണ്ട്. കൊച്ചുങ്ങൾക്ക് ചാപ്പാട് കൊടുക്കാൻ തുണി ഊരുന്നതല്ലേ ഉള്ളൂ. നീ ചെയ്യുന്ന എന്തുവാടി? എത്ര മനുഷ്യരെ ചതിച്ച്, എത്ര മനുഷ്യരെ പറ്റിച്ച്, എത്ര പേരുടെ പണവും അടിച്ചോണ്ടാ നീ വന്നേ. ഓരോരുത്തരും വരും. ഒരു വണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നേരെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും ഞാൻ. അവരെയല്ല, നീ കൊടുക്കാനുള്ള പൈസ
കൊടുക്കാനുള്ളവർക്ക് കറക്റ്റായിട്ട് വിളിച്ച് കൊടുത്തില്ല, അവരെല്ലാവരും കൂടെ ചേർന്ന് ബസ് പിടിച്ചങ്ങ് വരും. ഞാൻ കൊണ്ടുവരും. എന്റെ മക്കളെ ആരും വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് പറയില്ല, നിങ്ങൾ വന്നിട്ട് എന്റെ വീട്ടിൽ ഇത്ര ദിവസം താമസിച്ചു, ഞങ്ങളെ ചൂടും കൈ നിന്നിട്ടാണ് ജീവിച്ചത്, എന്നെ പറ്റിച്ചു, ഇന്നാളെ പറ്റിച്ചു, എനിക്ക് പണം തരാനുണ്ട് നിന്റെ തള്ള എന്ന് എന്റെ മക്കളോട് ഒരാളും പറയില്ല. അത് എന്റെ തോന്നലാണ്. അഴീക്കോടുള്ള ഒരു 100 പേരെങ്കിലും കൊണ്ട് ഞാനിത് പറയിപ്പിച്ചു തരാം. നിന്റെ താമസം അഴീക്കോടായിരുന്നല്ല, നിന്റെ പിന്നെ ചാമിലെ ആ പെണ്ണ് അവിടെയല്ലേ താമസിക്കുന്നത്, നിന്റെ ഉമ്മച്ചി ഇപ്പം അവിടെയല്ലേ താമസിക്കുന്നത് അല്ലേ, അവിടെയല്ലേ? അപ്പം നിനക്ക് എത്ര പേർക്ക് നീ കൊടുക്കാനുണ്ടെന്നും എത്ര നേരം നീ വലിപ്പിച്ചെന്നും നിന്റെ മക്കൾക്ക് കേൾക്കുന്ന വിധത്തിൽ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചു തരാം. പോരെ? എന്തായാലും എൻ്റെ സ്ഥലം നിനക്കറിയല്ലേ പറകുന്നാണ്. നീ അവിടെ പോയി ആരെങ്കിലും ഒരാളെ കൊണ്ട് പറയിച്ചാണ് ഞാൻ പൈസ കൊടുക്കാണ്ടെന്ന്, ആരെങ്കിലും പൈസയും പറ്റിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്, നീ അവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പറകുന്നിൽ നിന്ന് ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ നിനക്ക്. ഒരാളെ പറയും, ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കോട്ടെ, ഇവിടെ ഒന്ന് പറയിക്കാമോ നിനക്ക്? പറ്റത്തില്ലല്ലോ. അപ്പം നിന്നെ പറ്റി എന്താണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇടി ഈവൽസ്യൻ തിയറി നിൻ്റെ ഇല്ല കൂട്ടുകാരിയില്ല ബോട്ട് പടക്കത്തിൻ്റെ സാധനം എടുത്തുകൊണ്ട് വരല്ലേ. ബോട്ട് പടക്കം ഇങ്ങനെ നാട്ടുകാരെ പഠിച്ച് തട്ടിപ്പിച്ച് നടക്കുന്ന അവളല്ലേ നിൻ്റെ ഉറ്റമ സുഹൃത്ത്. തട്ടിപ്പുകാരിയുടെ ചേരുവളെന്നുള്ള തെളിവല്ലേ ഇതടി സംഗിണി നാറി. നീ എന്നിട്ട് നാട്ടുകാരെ പറയുന്ന ഈ മക്കൾക്കങ്ങ് ഭയങ്കര ആത്മാഭിമാന ബോധമുള്ളൊരു തള്ള. ഇതാ 18 കുഴിയാ സ്ഥലപ്പേര് ഞാൻ പറഞ്ഞുതരാം, പരുത്തിക്കുഴി. അവൻ്റെ സ്ഥലം പരുത്തിക്കുഴിയാണ്. ഞാനങ്ങനെ കുറേ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഏതായാലും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വയം പ്രഖ്യാപിത ടീച്ചർ. ഇവള് ജുത്തിവാദിയാണെന്നാണ് അവകാശപ്പെടുന്നത് കേട്ടോ. ഇവളെ ജുത്തിവാദം എന്തരാണെന്ന് അറിയാമോ? ഞാൻ ടീച്ചറാണ്, മുജാഹിദുകാർ പഠിപ്പിച്ചു കൊടുത്ത ഖുറാൻ്റെ ഇതും വെച്ചുകൊണ്ട് അവള് ടീച്ചർ. 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടാടി നീ, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാ നീ. അവള് ടീച്ചറാത്രേ. അവള് TTC കോഴ്സും പോയിട്ടില്ല, അവള് വേറൊരു കോഴ്സും പോയിട്ടില്ല. ജബ്ബാർ മാഷിനെ ഇറക്കുക, ഈ ജബ്ബാർ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. വേറെ എവിടെയെങ്കിലും അദ്ദേഹം ഞാൻ ജബ്ബാർ മാഷ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? വേറെ എത്രയോ യുക്തിവാദികളുണ്ട്. എത്ര യുക്തിവാദികളെ വേണം? വേറെ ഏതെങ്കിലും യുക്തിവാദികൾ ഇതുപോലെ ഇവള് പറയുന്ന കണക്ക് ഒരു വൃത്തികേട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ജാമിത ടീച്ചറാണ്, ഞാൻ ജാമിത ടീച്ചർ. അത് കലാനാഥ മാഷ് വലിയ യുക്തിവാദിയാണ്. അദ്ദേഹത്തിൻ്റെ ചാനലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ എവിടെയെങ്കിലും അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് യു കലാനാഥൻ എന്നാണ്, അല്ലെ മാഷെന്നൂലും എഴുതി വെച്ചിട്ടില്ല. എന്തെങ്കിലും അങ്ങ് പറയണം. MN കാരാശ്ശേരി പ്രൊഫസറാണ് അദ്ദേഹം. ഞാൻ പ്രൊഫസർ കാരാശ്ശേരി, MN കാരാശ്ശേരി, അങ്ങനെയല്ല, MN കാരാശ്ശേരി എന്നേ ഉള്ളൂ. ഇത് സ്വയം പ്രഖ്യാപിതയാണ്. ഇവള് മോദിജിയും കണക്കാണ്. അയാൾ എൻഡയർ പൊളിറ്റിക്സ്, ലോകത്ത് ആരും പഠിക്കാത്ത ഒരു പ്രത്യേകതരം PG ഉദ്യോഗസ്ഥൻ അയാളാണ്. ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ ക്ലാസ്മേറ്റ്സ് ഒന്നും ഇല്ലാതെ ഒരു പ്രത്യേകതരം ഡിഗ്രി കൈക്കലാക്കിയ മോദിയും ഇവളും സെയിം. ഇവള് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവള് പഠിച്ച സ്കൂളിൽ എന്നൊക്കെ അറിഞ്ഞൂടാ, കോളേജ് ഏതെന്ന് അറിഞ്ഞൂടാ, സർട്ടിഫിക്കറ്റ് അറിഞ്ഞൂടാ, ഇതൊന്നുമില്ല. അവള് പഠിച്ചിട്ടുണ്ട്. എൻഡയർ പൊളിറ്റിക്സ് ആയിരിക്കും, വളിവിടൽ പൊളിറ്റിക്സ്. അപമാനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പഠിച്ച് അതിനെ വിമർശിക്കുന്നു എന്ന് ഒഴിവാക്കിയാൽ മറ്റൊന്നും ഞാൻ ഈ സമൂഹത്തിൽ ചെയ്യുന്നില്ല. അത് നമ്മളും കൂടെ വിശ്വസിക്കണം. സിമിയുടെ ഏജന്റ് ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട്. അതായത് ആദ്യം നീ ക്രിസ്ത്യാനി പറ്റിച്ചു, പിന്നെ മുസ്ലിമിനെ പറ്റിച്ചു, ഇപ്പം ദാ ഹിന്ദുക്കളെ പറ്റിക്കുന്നു. മൊതമൈത്രിയാണ് നീ. ഷിമിയുടെ ഏജന്റാണ് നീ എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് തരും. ഇവൾ പണ്ട് ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ സിമിയുടെ ഏജന്റ് ആയിരുന്നു അവള്. ഈ സംഖ്യകൾ പൊട്ടന്മാരെന്നല്ലാതെ ഞാൻ എന്താ പറയുക. അപ്പോ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വസ്തുതകളുമായിട്ട് ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചു കുടിച്ചതിനെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ളത് നരേന്ദ്രമോദി ഈ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചെയ്യും, എന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും അവരെ ഭയന്ന് മാറ്റാൻ ഞാനൊരു ഭീരുവല്ല. പേടിയുണ്ട്. നരേന്ദ്രമോദിയെ പിന്തുണച്ചതുകൊണ്ട് പിന്തുണയ്ക്കുന്ന എല്ലാവരും സംഖ്യകളായി മാറും. ചോദിക്കട്ടെ, കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം സംഖ്യകളായ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു? അതെ, നമ്മുടെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ വാർത്ത മുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. എവിടെന്നാ എന്തെങ്കിലും ഒരു ചീള് കഷ്ണം എടുക്കും, വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന സാധനം എടുത്തോണ്ട് ഒരു മൂലയ്ക്കോട്ട് ഇത് വെക്കും, എന്നിട്ട് അത് നോക്കിയുള്ള വായനയാണ്. ഇത് പോയി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മുഴുക്ക മോദി ചരിത്രമുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ പെരുവിരലിൽ നിന്ന് വരും. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ കേൾപ്പിക്കാത്തത്. വേണമെങ്കിൽ കുറച്ച് ഭാഗം കേൾപ്പിക്കാം. അയാൾ ഇങ്ങനെയായിരുന്നു, അയാൾ അവിടെ ജനിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, ചായ വിൽപ്പനയുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് കറക്റ്റല്ല, അങ്ങനെയല്ല. അയാൾ അവിടെ നിന്ന് ഡിഗ്രി എടുത്തു, ഇതെടുത്തു, അതെടുത്തു, RSS പ്രവർത്തകനായിരുന്നു, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് തേച്ചു. ഇതുവരെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, കേൾപ്പിക്കണോ? കുവൈറ്റ് വിദേശകാര്യമന്ത്രി നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാക്കുകൾ കിട്ടാതെ പോയി. വിദേശകാര്യ മന്ത്രാലയം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഈ രാഷ്ട്രീയ പെട്ടിയായി ലോക്സഭയിൽ തുടർന്നിട്ടുണ്ട്. ഹിന്ദു ദേശീയവാദ അർദ്ധസൈനിക സംഘടനയായ RSS അംഗമായ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇത് 3ാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇത്രയും ദീർഘനാൾ ഇതേ പദവിയിൽ തന്നെ തുടരുന്നത്. വടക്കുകിഴക്കൻ ഗുജറാത്തിലെ വഡ്നഗറിലാണ് ഇദ്ദേഹം ജനിച്ചത്.
അവിടെ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി 8ാം ക്ലാസ് മുതൽ RSSന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കാൻ പിതാവിനെ സഹായിച്ചതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം വിശ്വസനീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള സോഴ്സിനെ 18ാം വയസ്സിൽ അദ്ദേഹം ജശോദാബൻ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും താമസിയാതെ അവരെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം നിയമപരമായി ആവശ്യമുള്ളത് മാത്രമാണ് വിവാഹ വിവരം നരേന്ദ്രമോദി പരസ്യമായി അംഗീകരിച്ചത്. 1971 മോദി ഗുജറാത്തിൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി. 1980 പക്ക ക്രിമിനൽ അക്യൂസ്. നിനക്കും അതേ ചരിത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ജാമിത ഞാൻ ഇതൊന്നും പുറത്തു പറയാതെ വെച്ചിരുന്നതെന്ന് അറിയാമോ? തോന്നിയില്ല. പക്ഷെ നീ പലപ്പോഴായി പല രീതിയിൽ പല പ്രാവശ്യമായി ഇത് ആവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്കും മയക്കെടുക്കേണ്ടി വരുന്നത്. ആൻഡ് നിന്നെപ്പോലെ വായ്ത്താളം അടിയല്ലടി. അഡ്രസ്സ് ഉൾപ്പെടെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നിനക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പോയി അന്വേഷിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. പൊതുസമൂഹത്തിന് മോസ്റ്റ് വെൽക്കം. എൻ്റെ ലാൻഡിലേക്ക് പോവാം, അവിടെ അന്വേഷിക്കാം, ചുറ്റുമുള്ളവർക്ക് അന്വേഷിക്കാം, ഇപ്പം താമസിക്കുന്നിടത്ത് അന്വേഷിക്കാം. വായ്ത്താളങ്ങളും കളവുകളും പറഞ്ഞത് കേട്ട് വിശ്വസിക്കാതെ അവിടെ പോയി നേരിട്ട് അന്വേഷിച്ചിട്ട് ഒരാൾ വന്ന് പറയൂ. എൻ്റെ നാട്ടിലുള്ള ഒരാളെ കൊണ്ട് ഇത് പറയിക്കും, ഞാൻ കേൾക്കാം. ഈ സ്ത്രീ ഇത്രയധികം വ്യഭിചരിച്ച് നടന്നൊരു വേശ സ്ത്രീയാണ് എന്നുള്ളതിൻ്റെ തെളിവുൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാം. ഞാൻ ചുമ്മാ പറയത്തില്ലല്ലോ. ഒരു മിഷനിൽ നമ്മൾ ഇറങ്ങിയല്ല, മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ നമ്മൾ മാറി നിൽക്കത്തില്ല. എൻ്റെ ചാനൽ കൂട്ടിക്കുക മാത്രമല്ല, അവദൂരം പറച്ചിൽ ഇവർക്ക് സ്ഥിര പരിപാടിയാണ്. ക്ലബ് ഹൗസിൽ 1.25 ലക്ഷം രൂപയാണ് ഇവളുടെ ബ്രദറിന് ചികിത്സയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇവൾ വാങ്ങിച്ചെടുത്തത്. ആ ബ്രദറുമായിട്ട് ഇവൾ മിണ്ടാതായിട്ട് വർഷം എത്രയെന്നറിയാമോ? അവിടെ അടുപ്പിക്കൂല. ഈ 3 സഹോദരങ്ങളെ ഇവളെ അടുപ്പിക്കത്തില്ല. ആ പയ്യൻ മരിച്ചു, ഇപ്പോൾ വേറൊരുത്തനുണ്ട്, സഹോദരിയുണ്ട്. അവരാരും ഇവളെ അടുപ്പിക്കത്തില്ല. ഒരു കുടുംബത്തിലെ ഒരു ഫംഗ്ഷനും കയറ്റത്തില്ല, യാതൊരു രീതിയിലും ഇല്ല. തള്ള ഇപ്പോഴാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായത്. തള്ള ഇത്രയും നാൾ ഇവിടെ ആയിരുന്നു. ഇവളെ ഈ പൊക്കിക്കാണിപ്പും കൂട്ടുകിടപ്പും കൂടക്കിടപ്പും ഒക്കെ കണ്ട് മയ്യാതെ ആ തള്ള കളഞ്ഞിട്ട് അങ്ങോട്ട് പോയി. കാര്യം പഞ്ചായത്ത് കക്കൂസാണെങ്കിലും തള്ള അങ്ങോട്ട് പോയി കളഞ്ഞു. വയ്യ, അവർക്ക് വയ്യ, അതുകൊണ്ടാണ് അവർ പോയി കളഞ്ഞു. പിന്നെ മക്കൾ അഭിമാനിക്കാൻ ഒരുപാട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നിന്നെ പോലെയല്ല. നിനക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം ഈ മക്കളെ കൊണ്ടുവന്ന് വിടാൻ പറ്റുമോ? നീ മാറിനില്ലേ? കൊച്ചുങ്ങളെ സുരക്ഷിതമായി ഞാൻ തിരിച്ചു കൊണ്ടുതരാം. നിന്റെ മക്കൾ നിന്റെ വീട്ടിൽ വന്ന് ഇല്ലാണ്ടായി കളയും. അവർക്ക് അത്രയ്ക്ക് ഒരു പൊന്നുമ്മ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. നീ അതുകൊണ്ടല്ലേ ഈ മധ്യ തിരുവിതാംകൂറിൽ നിൽക്കാതെ നീ അങ്ങോട്ട് ഓടിക്കളഞ്ഞത്. കാരണം ആ ഏരിയയിൽ നീ വന്നാൽ നിന്നെപ്പറ്റി പറയാനൊരു 100 പേര് കാത്തു നിൽക്കുകയാണ്. എല്ലാ വീട്ടുകളിലും എല്ലാവന്മാർക്കും കിടന്നു കൊടുത്ത് അവന്മാരുടെ കൊഞ്ചി കൂത്താടി പണവും വാങ്ങിച്ചെടുത്ത് അവരുടെ കുടുംബം നശിക്കുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് താത്ത എനിക്ക് തന്ന വാക്കുമൊഴി ഇവിടെ നിൽക്കട്ടെ, പുറത്തു വിടല്ലേ എന്ന് അവർ കെഞ്ചിയത് കൊണ്ട് മാത്രം ഞാനത് പബ്ലിഷ് ചെയ്യുന്നില്ല. പക്ഷെ നീ നിർബന്ധിച്ച പില്ലി ഞാൻ പബ്ലിഷ് ചെയ്യും. എനിക്ക് ഒരു രീതിയിലുള്ള സിമ്പതി ആരെടുത്തും ഇല്ലെന്ന് മനസ്സിലാക്കിക്കും. അത് ഞാനങ്ങ് പബ്ലിഷ് ചെയ്തങ്ങ് കിട്ടും. മനസ്സിലായ? നീ അലിയെ പറ്റിക്കുന്നില്ലേടി, അലിമാഷിനെ. ഇവള് അലിമാഷിനെ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കയറി പെമ്പിള്ളേരെടുത്ത് വെച്ച് 6ാം പരിയോക്ക് ചവിട്ടി പിടിച്ച് പുറത്താക്കി. ഇന്നും അയാളുടെ കയ്യിൽ നിന്ന് ഒരു തുക ഇവള് വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി താക്കുന്ന എന്തോ. തിന്നാൻ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നുണ്ടാവത്തില്ല, പുറത്തുനിന്നായിരിക്കും തിന്നുന്നത്. കാരണം 24 മണിക്കൂർ നെറ്റിലല്ലേ കയറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെന്താ, തിന്നാൻ ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കാശ് വേണ്ടായോ? ആ പണം ഉണ്ടാക്കുന്ന അലിമാഷിൻ്റെ ഇന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. അത് അയാളുടെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാനിപ്പോഴും നിങ്ങളെ ഓർത്ത് പ്രണയാതുരയായിരിക്കുകയാണെന്ന്. അപ്പോൾ അവിടെയുള്ള അവന് അത് ഡെമ്മി പീസ്. നിങ്ങളുടെ സാധനം പൊങ്ങിയൊന്നോ ഇല്ലയോ എന്നുള്ള കുഴപ്പമില്ല, ഞാൻ ഈർക്കിൽ കൊണ്ട് അടിച്ചെഴുന്നേപ്പിച്ചാണെങ്കിൽ ഞാൻ കുത്തിക്കയറ്റും. തുണിയില്ലാതെ നടന്ന ജീവിത സാഹചര്യവും തുണിയില്ലാതെ സമ്പാദിച്ച ജീവിത സാഹചര്യവും തുണിയില്ലാതെ നടന്ന് പല ആണുങ്ങൾക്ക് കിടന്നു കൊടുത്ത ചരിത്രവും ഒക്കെ ഉള്ള ജാമി, നീ എൻ്റെ തലയിൽ കയറല്ലേ. ഷെഫീനക്ക് അങ്ങനെ ഒരു റെക്കോർഡില്ലടി, അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഇല്ല. ഈ ഭാഗത്ത് അങ്ങനെ ഒരു സംഗതി ഇല്ലേ ഇല്ല. തെളിവുൾപ്പെടെ ഞാൻ പറഞ്ഞ സാധനം നീ ഒന്ന് നിഷേധിച്ചാൽ തെളിവ് ഞാൻ കൊണ്ടുവന്ന് വെക്കും. ഒളിഞ്ഞും തെളിഞ്ഞും പറയരുത്. എനിക്കിപ്പം എനിക്ക് ഒത്തിരി പേരൊന്നും കൂടെയില്ല. എല്ലാവരും വന്ന് നിൻ്റെത് കാണാനുള്ള സഹിഷ്ണുതയുള്ള ഒരു സുഹൃത്തുക്കളും എനിക്കില്ല. കാരണം അത്രത്തോളം ഒരു ചെളിക്കുണ്ടാണ് നീ. നിന്നെ കേട്ടുകൊണ്ടിരിക്കുക അസഹനീയമാണ്. അത് മാത്രമല്ല, നീ എന്താ പറയണത്? ഏതോ ഒരു വാർത്ത എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും, കൊച്ച. ഇത് ആർക്ക് കാണണം? നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. അതുകൊണ്ടാണ് ഇത് ഞാൻ യാദൃച്ഛിക കണ്ടതാണ്. ചിലപ്പോൾ അത് അങ്ങനെ കയറി വന്നതായിരിക്കും. പക്ഷെ ഇനി വിടില്ല. ഇനി ഞാൻ നിനക്ക് ഫുൾ ഡീറ്റെയിൽ കൊണ്ടുവന്ന് വെച്ച് വിത്ത് വോയിസ് ഉൾപ്പെടെ നീ പൈസ കൊടുക്കാനുള്ളവരും നീ പറ്റിച്ച മനുഷ്യരുടെയും വോയിസ് ഉൾപ്പെടെ നിന്റെ പൂർവ്വചരിത്രം ഉൾപ്പെടെ സർവത്രവും അതേ സ്ഥലങ്ങളിൽ പോയി അഴീക്കോട് പോയി നിന്ന് ഞാൻ ലൈവ് ചെയ്ത് നാട്ടുകാരെ കാണിക്കും. പോരെ? ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. തെറ്റിദ്ധരിക്കല്ലേ? 18ാം കല്ലിലെ നെടുമങ്ങാടാണ് നിന്റെ സഹോദരി താമസിക്കുന്നത്. കാര്യം നിനക്ക് ഏകദേശം പിടി കിട്ടിയില്ലേ? ഞാൻ ഇവിടം വരെ എത്തിയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ബാക്കിയും കൂടെ കിട്ടട്ടടി. ശലിപ്പം വെയിറ്റ് ചെയ്തോ, ശലിപ്പം. ബാക്കിയും കൂടെ കിട്ടിയിട്ട് തെളിവ് ഉൾപ്പെടെ വരും. നിനക്ക് ചാനലിൻ്റെ പേര് മറന്നു പോകരുത്. ഷെഫീന ബീവി എന്നാണ്. ഷെഫീന വായ്ത്താളത്തിൻ്റെ ആളല്ല.
ഷെഫീന പറയുന്നതിന് ഷെഫീനയുടെ ഇടയിൽ റെക്കോർഡ് ഉണ്ടാകും. തെളിവുകൾ വെച്ചേ ഞാൻ സംസാരിക്കാറുള്ളൂ. തെളിവില്ലെങ്കിൽ ഞാൻ മിണ്ടാറില്ല. ഞാൻ എൻ്റെ വഴി നോക്കി പോകും, മിണ്ടൂല. ഞാൻ മിണ്ടിയിട്ടുണ്ടോ, ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ, ആ പറയുന്ന വ്യക്തിക്കെതിരെ എൻ്റെ കയ്യിൽ പൂർണ്ണമായ എവിഡൻസ് കിട്ടിയാൽ മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ എന്നുള്ളത് വസ്തുത. പിന്നെ മോങ്ങിയെ സോപ്പിടുന്ന എന്തിനാണ്? ഞാൻ അങ്ങേരെയും കൂടെ കെട്ടണോ? എന്നാലും ഒരു അതിശയം തന്നെ കേട്ടാ. ഇത്രയും വ്യഭിചരിച്ച് നടക്കുന്ന നീ ലീഗലായി വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ നോക്കിയിട്ട് നിങ്ങൾ വ്യഭിചാരിയാണോ എന്ന് ചോദിക്കുന്നത് വല്ലാത്ത തരം കോമഡിയായി പോയേടി. ഷിമിയെ പറ്റിക്കുക, ക്രിസംഗികളെ പറ്റിക്കുക, അലിമാസ യുക്തിവാദികളെ പറ്റിക്കുക, മേത്തനെ പറ്റിക്കുക, മൊത്തം പറ്റിപ്പിൻ്റെ ഒരു കൂടാരം ഇരുന്നു കൊണ്ടാണ് വായ്ത്താളമോ വായ്ത്താളം. ഏത് ജാതിയടി! അമ്മാതിരി 16 എണ്ണം കയറി മെനക്കെട്ടിട്ടായിരിക്കും നിന്നെ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ തള്ളം. ആ ക്വാളിറ്റി നീ കാണിക്കുന്നുണ്ട്. അതാണ് വായിൽ കൂടെ അത് വരുന്നത്. ബാപ്പാമാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല. മക്കളടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോ ഇങ്ങനെ ഒരു ഉമ്മ ആണ് എന്ന് എവിടെയും പറയാൻ പോകണ്ടെന്ന്. മക്കളുടെ ഫോട്ടോയൊന്നും അധികം ഇടല്ലേ, ആ കുട്ടികളുടെ ഭാവി നശിച്ചിട്ടില്ല. ഓക്കെ, ശുല ചെക്ക്, ബാക്കി വരുന്നുണ്ട്.